ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് തോന്നുന്നുണ്ട് ഒരു ആഡ് കണ്ടിട്ടാണ് സഹകാരിയിൽ എത്തുന്നത്. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു, വെബിനാറിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ഇത് സയൻസ് ബേസ്ഡ് എക്സാം ആണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഒന്ന് ഒരു കൈ നോക്കാം. അപ്പോൾ അതൊരു 1.5 കൈയായി പോയി. ഓക്കെ, ഇക്കഴിഞ്ഞ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് പരീക്ഷയിൽ 2ാം റാങ്ക് നേടിക്കൊണ്ട് സഹകാരി റേസ് പ്ലസിന്റെ അഭിമാനമായിട്ട് മാറിയ ഷഹദിന്റെ ഫാമിലിയോടൊപ്പമാണ് സഹകാരി ഉള്ളത്. മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ. ഷഹദ്, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഷഹദ് എങ്ങനെയാണ് ആദ്യം സഹകാരിയിലേക്ക് വരുന്നത്? എങ്ങനെയാണ്? ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് തോന്നുന്നുണ്ട് ഒരു ആഡ് കണ്ടിട്ടാണ് സഹകാരിയിൽ എത്തുന്നത്. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു, അതിനുശേഷം വെബിനാറിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ഇത് സയൻസ് ബേസ്ഡ് എക്സാം ആണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഒന്ന് ഒരു കൈ നോക്കാം. അപ്പോൾ അതൊരു 1.5 കൈയായി പോയി. ഓക്കെ, അപ്പോൾ വാട്ടർ അതോറിറ്റി നോട്ടിഫിക്കേഷൻ വന്നു, സഹകാരിയുടെ വെബിനാറിൽ പങ്കെടുത്തു അല്ലേ? ഒരു ഉറച്ച തീരുമാനത്തോടെ ഇറങ്ങി തിരിച്ചു. അപ്പോൾ ആ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ജേണി ഒന്ന് വിവരിക്കാൻ വേണ്ടി, കാര്യം നമുക്കിപ്പം എത്തിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പഠിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ നേരിട്ട ചില പ്രശ്നങ്ങൾ, അതുപോലെ അങ്ങനെ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടെങ്കിൽ അത്. ഞാൻ സഹകാരിയിൽ എത്തുന്നത് 2024 ജനുവരി സ്റ്റാർട്ടിങ്ങിലാണ്. അതുമുതൽ ഫസ്റ്റ് PSC കലണ്ടർ വിളിച്ചതിൽ ഏപ്രിൽ ടു ജൂൺ ആ ടൈമിൻ്റെ ഇടയിലാണ് എക്സാം നടത്തുന്നത് പറഞ്ഞത്. പക്ഷേ അത് ലാഗായി പോയി ജൂലൈയിലെത്തി. അപ്പോൾ ഫസ്റ്റ് 2 മാസം കറക്റ്റ് സഹകാരിൻ്റെ ഷെഡ്യൂൾ വെച്ച് ക്ലാസ് കാണും, എക്സാം ഇതൊക്കെ ചെയ്തു പോയി. പിന്നെ അതിനുശേഷം ജസ്റ്റ് ഗ്യാപ്പ് വന്നു. പിന്നെ അടുത്ത റീസ്റ്റാർട്ട് ചെയ്യുന്നത് കൺഫർമേഷൻ വന്നതിന് ശേഷമാണ്. പിന്നെ 2 മാസം അത്യാവശ്യം നന്നായിട്ട് നോക്കി. അപ്പോൾ അതിനകത്ത് നമ്മുടെ എക്സാമിനേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് ഏതൊരു കോഴ്സിലും നമ്മളിപ്പോൾ ഒരു ക്ലാസ് വരുമ്പോഴത്തേക്കും ആ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയാണ് എക്സാമിനേഷൻ നടത്തുക. അപ്പോൾ ഈ എക്സാമിനേഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്തുള്ള റിവിഷൻ എങ്ങനെയാണ് ഷഹദിന്? എക്സാംസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഉറപ്പായിട്ടും റിവേഴ്സ് ആയിട്ട് നോക്കാതെ റിവൈസ് ചെയ്ത് എഴുതുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ അതെപ്പോഴും നമ്മൾ പറയാനുള്ളതാണ് റിവേഴ്സ് റിവിഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അതൊക്കെ വരുന്ന വെബിനാറുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടേതൊരു പ്ലാൻ കൂടെ ഉണ്ടാവണം. ഷഹദിനേക്ക് അത് പറയാനുള്ളൂ. ഷഹദ് ഇപ്പം നേരത്തെ ചോദിച്ചു പറഞ്ഞു, ക്ലാസ് കാണുക അല്ലേ, നോട്ട് എഴുതുക, അത് റിപ്പീറ്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു പ്ലാൻ, ഒരു എക്സ്ട്രാ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും. അപ്പോൾ അത് ഉണ്ടാവണം. പിന്നെ ഇത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ റിസർച്ച് ചെയ്ത് തരുന്ന കണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റാക്കുക. ആ തരുന്ന കണ്ടന്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് റിവിഷൻ കൃത്യമായിട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എക്സാംസ് അല്ലേ, എക്സാംസ് റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഷഹദെ, ഇത്തരത്തിലുള്ളൊരു വിജയം, എസ്പെഷ്യലി നമ്മുടെ ഈ സ്റ്റേറ്റ് വൈഡ് നടന്നൊരു പരീക്ഷയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ മത്സരിച്ച പരീക്ഷയിൽ കിട്ടിയ 2ാമത്തെ റാങ്ക് ഷഹദ് ആർക്കാണ് സമർപ്പിക്കുന്നത്? വീട്ടുകാർക്ക്. തീർച്ചയായും വീട്ടുകാർക്ക്. അതായത് നമ്മുടെ യാത്രയിൽ ഇതുവരെ നമ്മളെ കൂടെ വന്ന സപ്പോർട്ട് ചെയ്ത വീട്ടുകാർക്ക്. ആരൊക്കെയാണ്? സഹോദരങ്ങൾ എല്ലാവർക്കുമാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ ഫൈനലായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി ചെന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു റാങ്കിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കൂൾ മൈൻഡോട് കൂടി ഷഹദിന് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തായിരുന്നു അതിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല, നേരെ പോയി അറ്റൻഡ് ചെയ്തു. പിന്നെ ഇത്ര സ്കോർ ഇരുന്നും കരുതിയിട്ടില്ല. പിന്നെ ബാക്കി എക്സാം കഴിഞ്ഞ ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോർ പോയിക്കണ് മനസ്സിലായി. ആങ്സൈറ്റി ഉണ്ടായിരുന്നു പരീക്ഷ ചെന്നപ്പോൾ? അത്ര വലിയ, നല്ല അത്യാവശ്യം പ്രിപ്പയർഡ് ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അത് നമുക്ക് എന്ത് വന്നാലും നമുക്കൊരു വിഷയമില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ വരണം. അപ്പം പരീക്ഷകൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയില്ലെങ്കിൽ, ഇത്രയും നാൾ പഠിച്ചു, കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു തോട്ടാണ് പലപ്പോഴും കുട്ടികളെ ഡൗൺ ആക്കി ഒരു 4 5 അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിച്ചിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ആ തോട്ട് കളയാം അല്ലേ, നെഗറ്റീവ് ഒഴിവാക്കാൻ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന DME ലാബ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഡയറക്ഷനും കൂടെ ഉറപ്പായും ഷഹദ് തരും. സഹകാരിൻ്റെ ഷെഡ്യൂള് കറക്റ്റായിട്ട് നോക്കി പോരുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക, റിപ്പീറ്റ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക, പിന്നെ 1 2 വട്ടം റിവൈസ് ചെയ്യുക. അതൊക്കെ തന്നെയാണ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള മെയിൻ ഇത്.